ഇന്ത്യ മുന്നണിക്കും എൻ ഡി എക്കും എത്ര സീറ്റുകൾ വീതം ലോക്സഭയിൽ കിട്ടും എന്ന സർവേകൾ വിവിധ ചാനലുകൾ വിവിധ രീതിയിൽ നടത്തുന്നുണ്ട്. അതിൽ ഇന്ത്യ ടുഡേയുടെ സർവേ ശക്തമായി രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യ ടുഡേ ഏത് രീതിയിലൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. ഇതിനകത്ത് ബി ജെ പിക്ക് വലിയ ഹൈപ്പ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് പറയുമ്പോഴും ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. അതിന് കാരണമാകുന്ന കോൺഗ്രസിൻ്റെ കൃത്യതയാർന്ന നയം തന്നെയാണ്. ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തിനെ ഒരുമിപ്പിക്കുക എന്നുള്ളതായിരുന്നു കോൺഗ്രസ് നടത്തിയ പ്ലാൻ. അത് വിജയിക്കുക തന്നെ ചെയ്തു. മാത്രമല്ല, പ്രതിപക്ഷത്തുള്ള നേതാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ED അന്വേഷണം, അവർക്കെതിരെയുള്ള വേട്ടയാടൽ, ഇതൊക്കെ പ്രതിപക്ഷത്തെ കൂടുതൽ ഒരുമിപ്പിക്കാൻ കാരണമായി. അതുകൊണ്ട് തന്നെ ന്യൂഡൽഹിയിൽ നടത്തിയ സംയുക്ത പ്രക്ഷോഭം അത് വിജയകരമാകുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിഞ്ഞു. പ്രതിപക്ഷത്തുള്ള മിക്ക പാർട്ടികളുടെയും നേതാക്കന്മാർ കോൺഗ്രസുമായിട്ടുള്ള ഈ കോമൺ മിനിമം പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് അത് വിജയിപ്പിക്കത്തക്ക വിധത്തിലുള്ള എല്ലാ സഹകരണവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയേകുന്ന ഒരു കാര്യമാണ്. പാർലമെൻറ്റിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചത് ഒറ്റയ്ക്ക് 370 സീറ്റുകൾ BJP നേടും എന്നൊക്കെയായിരുന്നു. എന്നാൽ 370 പോയിട്ട് 273 സീറ്റുകൾ, അതായത് കേവല ഭൂരിപക്ഷത്തിനുള്ള സീറ്റുകൾ തന്നെ നേടിയെടുക്കാൻ പ്രയാസം എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ദുർഘടം പിടിച്ച ഒരു അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പ്രയാസമാണ്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കട്ടയ്ക്ക് തന്നെ ഒരുമിച്ച് നിന്ന് പോരാടാനുള്ള ശ്രമമാണ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. BSP ഏത് രീതിയിലും BJPയെ ജയിപ്പിക്കാൻ വേണ്ടി സഹായിക്കും എന്നുള്ളത് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, OICയെ പോലുള്ള നേതാക്കളെ നേരിടാനും കോൺഗ്രസ് സുസജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കാരണം കോൺഗ്രസിൻ്റെ ദേശീയ ഗ്രാഫ് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഗ്രാഫ് ഉയരുന്നതനുസരിച്ച്, അതായത് അതൊരു പീക്ക് പോയിന്റിലേക്ക് എത്തുന്ന രീതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും വോട്ടർമാർക്കിടയിൽ നല്ല രീതിയിലുള്ള ഒരു വിശ്വാസ്യത വന്നു തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസിനെ കൊണ്ട് മികച്ച നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നത് 2014-ലും 2019-ലും ഈ ഒരു രീതി ഒരിക്കലും സൃഷ്ടിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, രാജ്യത്ത് 10 കൊല്ലത്തിൽ കൂടുതൽ, കഴിഞ്ഞ 4 ദശാബ്ദങ്ങളിലേറെയായി ഒരു പാർട്ടിയും തുടർച്ചയായിട്ടുള്ള ഭരണം കാഴ്ചവെച്ചിട്ടില്ല. ഇത് കോൺഗ്രസ് ആയിരുന്നാലും BJP ആയിരുന്നാലും ഒരുപോലെ തന്നെ ഇതും ഒരു ഫാക്ടറായി അവിടെ അവശേഷിക്കുന്നുണ്ട്.